നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സൗന്ദര്യത്തിന്റെ ഒരു ചാർത്ത് നൽകുന്ന ഒരു എപ്പിസോഡിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. പക്ഷെ ഉയരം ഒരു പക്ഷേ ഈ മേഖലയിൽ ഒരു അട്രാക്ഷനാണ്. അതെ, ഫാഷനിൽ അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. പക്ഷെ ഫിലിംസിൽ അത്രയും എനിക്ക് തോന്നുന്ന ഒരു ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നത് ആക്ട്രസസിനൊരു നല്ല. അതെന്താ കാരണം വെച്ചാൽ ഈ മാച്ച് വരുമ്പോൾ നടന്മാരുമായിട്ടൊരു പൊരുത്തം വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോളിവുഡിൽ നോക്കുവാണെങ്കിൽ സൽമാൻ ഖാൻ, ആമിർ ഖാൻ, അവരെല്ലാം അത്ര ഒത്തിരി ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവർക്ക് സുഷ്മിത സെൻ ഹൂസ് 5'10.5", പിന്നെ അനുഷ്ക ശർമ്മ, ദീപിക പദുക്കോൺ, അവരുടെ കൂടെ എല്ലാം അഭിനയിക്കുന്നുണ്ടല്ലോ. അവരുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് പാർവതിയിലൂടെ അഭിനയിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ നമ്മള് സൂര്യ അഭിനയിച്ചിട്ടുണ്ട് അനുഷ്ക ഷെട്ടിയുടെ കൂടെ. ഏത് പിക്ചറാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ സൂര്യക്കും നീളം കുറവാണ് അനുഷ്ക ഷെട്ടിയെക്കാട്ടിലും. പക്ഷെ അവരത് ഷൂട്ട് ചെയ്തു. നമ്മുടെ നാടിനെ കുറിച്ചാണോ ആലോചിച്ചത്? ഒരു തെങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് തെങ്ങിനെ ഒരു ചായ ഉണ്ടായിരിക്കും. അതെ, അത് കൂടാതെ തന്നെ നമ്മളിപ്പം കാണാം ഡിഫറെന്റ് ഡിറക്ഷൻസിൽ ചിലപ്പം തെങ്ങ് വളരുന്ന കാണാം. അത് അതിന്റെ സൺലൈറ്റിനനുസരിച്ച് അത് വളരും. ബട്ട് അറ്റ് ദ സെയിം ടൈം അത്രയും തന്നെ അത് ഗ്രൗണ്ടഡ് ആണ്. അതിന്റെ റൂട്ട്സ് അത്രയും തന്നെ സ്ട്രോങ് ആണ് താഴെ. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ലെസൺ ഞാൻ എല്ലാ യങ്സ്റ്റേഴ്സിനോടും പറയാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൻപുറത്ത് കണ്ട ഒരു തെങ്ങാണ് ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ഒരു സത്യത്തെ ഒരുപക്ഷെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ. ആബ്സല്യൂട്ട്ലി. അലിമുളം കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെ ഒരാൾ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുരമാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടി പാടി. അപ്പൊ ഇത് അമ്മയുടെ പ്രായമാകുമ്പോൾ പാർവതി ഒരു പക്ഷെ ഇതുപോലെ ആകുമെന്നുള്ളൊരു ആകുന്നുണ്ടൊരു പേടിയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആകാതിരിക്കാൻ ശ്രമിക്കും. എന്തായാലും പാർവതി സ്കൂളിൽ പഠിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു ബ്രേക്ക് എന്താ കാരണം വെച്ചാൽ പാർവതിക്ക് വേണമെങ്കിൽ സാധാരണ ഒരു മലയാളി പെൺകുട്ടിയായിട്ട് സ്കൂളിൽ പഠിച്ച് പിന്നെ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഒരു എഞ്ചിനീയറിങ്, ഡോക്ടർ അല്ലെങ്കിൽ വേറെ ഒരു ജോലി, അങ്ങനെ ആ രീതിയിലേക്ക് പോകായിരുന്നു. എവിടെയാണ് ഈ പറഞ്ഞ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് എന്ന് പറഞ്ഞ പോലെ എവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്? ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്കും എക്സാക്ട്ലി സമയം അറിഞ്ഞുകൂടാ. ബിക്കോസ് ഐ വാസ് എ ടോം ബോയ് ഇൻ സ്കൂൾ. എന്തെങ്കിലും കുരുത്തങ്ങളോട് ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഞാനും കലയും കൂടെ സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ സ്കൂൾ വിടുന്ന സമയമായിരുന്നു. അപ്പം ടീച്ചറാണെങ്കിൽ വളരെ ഫ്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂഡിലാണ്. നമ്മുടെ മലയാളി ടീച്ചർ തന്നെയായിരുന്നു. അച്ഛനെ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ടോ? ഇല്ല, അതുവരെ എത്തിയിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛൻ പോലീസിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളോട് ആരും അത്രയും എന്താ പറയാ ഞങ്ങളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കത്തില്ലായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം പാർവതി, അതായത് ആ ചെറുക്കന്റെ ചവിട്ടത്തുനിന്ന് പ്രത്യേകിച്ച് പാർവതി ഇത്രയും കൈനീട്ടവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് നന്നായിട്ട് ആഞ്ഞൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഇപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ അടിച്ചിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പാർവതിയുടെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണ് ഇപ്പോൾ അറിയാതെ ആന്ന് പറഞ്ഞു പോയത്. ഇല്ല. ബിക്കോസ് ഞങ്ങള് എന്താ പറയുന്ന ഒരു ആങ്കർ ഉള്ള ഒരാൾക്കാരാണ്. പക്ഷെ എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അച്ഛനാണെങ്കിലും സ്നാപ്പ് ചെയ്യുവാണെങ്കിൽ ഇപ്പം റിട്ടയർമെന്റ് കഴിഞ്ഞ ഒരു സമാധാനപ്രിയനായതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മയാണോ സമാധാനം? അമ്മയാണ് എല്ലാവരുടെയും ബാലൻസിങ് പീസ് മേക്കർ. അതെ. വേറൊരു എപ്പിസോഡിൽ അത് കേട്ടായിരുന്നു. ഐ തിങ്ക് മുകേഷ് സാറിന്റെ ഒരു എപ്പിസോഡിൽ ഇത് കുമ്പസരിക്കുന്ന സദസ്സാണ്. അപ്പൊ ഇനി ഒരു പാവം പറഞ്ഞ് ഇനി ഒരുപാട് പാവങ്ങൾ ഇനി പാർവതി വൈകാതെ കുമ്പസരിക്കുന്നതാണ്. ശ്രദ്ധിച്ചോളൂ. എന്തായാലും പാർവതിയെ കുറിച്ച് ഒരു പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ, അമ്മ, അതുപോലെ ബന്ധുക്കള്, ഇവർക്കെല്ലാം നല്ല നൊസ്റ്റാൾജിയ നിറഞ്ഞ ഓർമ്മകളാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അതുപോലുള്ള മെമ്മറീസ് ആണ്. ഒരാളെയും കൊണ്ടുണ്ടാകും. അവള് ചേച്ചിയുടെ മകളാണ്. അവള് ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് ചെല്ലും. അപ്പോൾ ചേച്ചി പറയും ഇന്ന് വേണ്ട, മാർച്ച് 12 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് മതി, അവള് ഉണ്ടായാൽ മതിയെന്ന് പറയുമായിരുന്നു. എങ്കിലും മാർച്ച് 12 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അവൾ 13-ാം തീയതി ആണെങ്കിലും മകം നാളാണ് ഞങ്ങൾ രണ്ടുപേരും.
എന്റെ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് ഒരു SMS അയച്ചിട്ടുള്ളത്? ഇടയ്ക്ക് അയക്കാറുണ്ട്, കൂടുതലും വാട്സാപ്പും മെയിലും അല്ലേ. പോട്ടെ, ഒരു IST വിളിച്ചിട്ടപ്പോഴാ? അതിന് സ്കൈപ്പും ടാങ്കോ വൈബറൊക്കെ ഇല്ലേ ചേട്ടാ, നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? അപ്പോ ടെലികോം കമ്പനി എന്നുള്ള നിലയിൽ എന്റെ ഒരു പ്രൈമറി വരുമാനം അവിടെ തീർന്നു. എനിക്കും പൈസ ഉണ്ടാക്കണ്ടേ, ഇതൊരു ബിസിനസ് അല്ലേ.